സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ളതാണ്. ഇന്ന് പോലും എനിക്കൊരു ഭീഷണി സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ നിനക്ക് പലിശ സഹിതം തരുമിടി എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി ആവശ്യപ്പെടുന്ന നീതി ആ പെൺകുട്ടിക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് ആ നീതി കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റിനി, ഈ കാര്യങ്ങൾ തുറന്ന് പറയാൻ തീരുമാനിച്ച ആ നിമിഷം പ്രതീക്ഷിച്ച അതേ പ്രതികരണമാണോ കേരള സമൂഹത്തിൽ നിന്ന് ഉണ്ടായത്? ഞാൻ ഒരുപാട് സമയം പലപ്പോഴും ഞാൻ വളരെയധികം നിരാശയിലായി. കാരണം നമ്മളെ നേരിട്ട് പോലും ആളുകൾ വന്നിട്ട് നിങ്ങൾ വെറുതെ പറയുകയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് ഞാനൊരു മോശക്കാരിയാണ്, ഞാൻ ആരുടെയോ പൈസ വാങ്ങി പറഞ്ഞതാണ്, ഇങ്ങനെ പോയാൽ പട്ടിണിയാകും, ഒരവസരങ്ങളും കിട്ടില്ല എന്ന് തുടങ്ങി. ഇന്ന് പോലും എനിക്കൊരു ഭീഷണി സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ നിനക്ക് പലിശ സഹിതം തരുമിടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരിട്ടിട്ടുള്ള വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര അധികമാണ്. എൻ്റെ പിതാവിനെ പോലും നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ വളരെയധികം മോശമായിട്ട് നിങ്ങൾ പൈസ വാങ്ങിച്ച് സീറ്റിന് വേണ്ടിയല്ലേ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും CPM എനിക്കൊരു സീറ്റ് ഉണ്ടാവും, അതിനു വേണ്ടിയാണ് ഇവൾ കാണിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞിട്ട് വളരെ റൂമേഴ്സ് ഇറങ്ങി. ഇപ്പം എന്താ, ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ ആകെ എൻ്റെ സഹോദരിമാരെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾ, അതായത് നമ്മുടെ തന്നെ ശരീരവും മനസ്സുമുള്ള ഒരു സ്ത്രീക്ക് ഒരു വിഷമം ഉണ്ടായി എന്നറിയുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതും പ്രായമായ സ്ത്രീകളെടുക്കുക, അവരെ സംബന്ധിച്ച് അവർക്ക് ആൺമക്കളോട് മാത്രമേ താല്പര്യമുള്ളൂ, ഇഷ്ടമുള്ളൂ. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മരുമക്കളെ പോലെയാണ്. അവൾ എന്തിന് ഇതൊക്കെ വന്ന് പറയാൻ നടക്കുന്നു, അവൾ എന്തിന് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു, മേക്കപ്പ് ഇട്ട് വന്നിരിക്കുന്നു, ഈ രീതിയിലാണ് സ്ത്രീകളെ കാണുന്നത്. ആദ്യം മാറ്റേണ്ടത് സ്ത്രീകൾക്ക് സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡാണ്, ഒരു വ്യക്തിയോടുള്ള ഒരു പോരാട്ടമല്ല. ഇതൊരു പർട്ടിക്കുലർ വ്യക്തി, ആ ഒരു ആൾക്കെതിരെയുള്ള ഒരു പോരാട്ടമല്ല. ഇത് ഇത്തരത്തിൽ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്ന വേട്ടക്കാർക്കെതിരെയുള്ള പോരാട്ടമാണ്. എല്ലാ പുരുഷന്മാർക്കും എതിരെയുള്ള പോരാട്ടവുമല്ല. ഇത്തരത്തിൽ നിൽക്കുന്ന പുരുഷന്മാർ, പ്രത്യേകിച്ച് വലിയ അധികാര സ്ഥാനത്തും പ്രശസ്തിയിലൊക്കെ നിൽക്കുന്ന പുരുഷന്മാർക്ക് സാധാരണ പുരുഷന്മാർക്കേക്കാൾ എന്തോ പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് ഈ സമൂഹം അങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിപ്പോൾ ഒരു സാധാരണ പുരുഷനാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഉള്ളവരാരും അംഗീകരിക്കില്ലായിരുന്നു. പക്ഷേ ഇയാൾ ഫേമസ് ആണ്, അതുകൊണ്ട് ഇയാൾക്ക് എന്തും ആകാം എന്നുള്ളൊരു രീതിയിലാണ് ഈ സമൂഹം ഇവിടെ കാണുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു മനോഭാവത്തിനെതിരെ തന്നെയാണ് പോരാടുന്നത്.